Welcome back, dear students. Today we are going to discuss exercises of the play Something Unspoken. First question, Dash is the patriotic organization referred to in the play. നമുക്കറിയാം ഈ ഒരു പ്ലേ തന്നെ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. എന്താണ് പേര്? ഡോക്ടേഴ്സ് ഓഫ് കോൺഫെഡറേഷൻ. Okay, next question. Whom did Cornelia call to gather information regarding the election? ഇലക്ഷൻ റിഗാർഡ് ചെയ്തിട്ട് അവിടെ നടക്കുന്ന ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് കോർണീലിയ വിളിച്ചത് ആരെയായിരുന്നു? മിസ് എസ്മറാൾഡ ഹോക്കിൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മിസ് കോർണീലിയ ഹാസ് ഗിഫ്റ്റഡ് ഗ്രേസ് എ ഡാഷ് ഫോർ എക്സ്പ്രസിംഗ് ഹർ അഫിനിറ്റി ടുവാർഡ്സ് ദ ലാറ്റർ ഹു ഹാഡ് ബീൻ ലിവിംഗ് വിത്ത് ഹർ ഫോർ ദ ലാസ്റ്റ് 15 years. മിസ് കോർണീലിയ എന്ത് ഗിഫ്റ്റാണ് നൽകിയത് ഗ്രേസിന്, അല്ലെങ്കിൽ സെക്രട്ടറി ആയ ഗ്രേസിന് എന്ത് ഗിഫ്റ്റാണ് നൽകിയത് ഫോർ എക്സ്പ്രസിംഗ് ഹർ അഫിനിറ്റി? ഇറ്റ് വാസ് റോസസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Dash is the highbrow literary magazine referred by Miss Cornelia in the play. Which is the highbrow literary magazine referred to by Miss Cornelia in the play? Yes, Fortnightly Review of Current Letters. Next question. Who is the writer cousin of Miss Cornelia? Who is the writer cousin of Miss Cornelia? Cecil Tutwiler Bates. Next question. Who, according to Miss Cornelia, is the only dignified novelist the South has produced since Thomas Nelson Page? Who, according to Miss Cornelia, is the only dignified novelist the South has produced since Thomas Nelson Page? നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ തന്നെ പറഞ്ഞതായിരുന്നു. സിസിൽ ടട്വിലർ ബേറ്റ്സ്. സിസിൽ ടട്വിലർ ബേറ്റ്സ് അവരുടെ ഒരു കസിൻ റൈറ്ററാണെന്ന് പറഞ്ഞു. തോമസ് നെൽസൺ പേജിന് ശേഷം സൗത്ത് പ്രൊഡ്യൂസ് ചെയ്ത ഒരു ഡിഗ്നിഫൈഡ് നോവലിസ്റ്റ് ആയിട്ടാണ് സിസിൽ ടട്വിലർ ബേറ്റ്സിനെ പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. I think Dash is the shadow of Bat, says Miss Cornelia. I think Dash is the shadow of Bat, says Miss Cornelia. എന്താണ്? യെസ്, വിവൽഡി എന്ന് പറഞ്ഞാൽ അന്റോണിയോ ലൂസിയോ വിവൽഡി ഒരു ഇറ്റാലിയൻ ബയോ കമ്പോസർ ആയിരുന്നു, അതുപോലെ തന്നെ വയലിനിസ്റ്റ് കൂടിയായിരുന്നു. അവരെയാണ് ഷാഡോ ഓഫ് ബാച്ച് എന്ന് ഇതിൽ മിസ് കോർണീലിയ പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഈസ് ദ ഡിസീസ് വിച്ച് മിസ് കോർണീലിയ ഈസ് ഇൻഫെക്റ്റഡ് ലാറിഞ്ചിറ്റിസ്. അല്ലേ, അത് ത്രോട്ടിനെ ബാധിക്കുന്ന ഒരു ഡിസീസാണ്. അതാണ് ഇവരെ ബാധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇൻഫെക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു സെക്ഷനിൽ വരുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പ്ലേയിൽ ഇതൊക്കെ ഡിസ്കസ് ചെയ്തതാണ്, അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത്. നെക്സ്റ്റ് റോമൻ ലെറ്റർ 2 ഇനിയും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. വാട്ട് ഈസ് എ കളേർഡ് ഫണറൽ എന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്തും പറഞ്ഞിരുന്നു, യൂണിവേഴ്സിറ്റി എക്സാംസിലൊക്കെ ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യനാണ്. എന്താണ് കളേർഡ് ഫണറൽ? വാട്ട് ഈസ് എ കളേർഡ് ഫണറൽ? ഫണറൽ ഓഫ് എ ബ്ലാക്ക് മാൻ. ഫണറൽ ഓഫ് എ ബ്ലാക്ക് മാനെയാണ് കളേർഡ് ഫണറൽ എന്ന് പറയുന്നത്. ചിലർ കളേർഡ് ഫണറൽ എന്ന് പറയുമ്പോൾ കളർഫുൾ ആയിട്ടുള്ള ഫണറൽ എന്നൊക്കെ എഴുതി വെക്കാറുണ്ട്. അങ്ങനെയല്ല. എന്താണ്, നമ്മൾ ആ ഒരു വേർഡിനെ ഒരു ടേം ചെയ്ത് എഴുതാനല്ല പറയുന്നത്, ഡിഫൈൻ ചെയ്യാനല്ല പറയുന്നത്. കളേർഡ് ഫണറലിൽ ഇവിടെ നമ്മൾ പ്ലേയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. കളേർഡ് ഫണറൽക്ക് ഇവിടെ സെർവൻ്റ് പോയത് ആയിട്ടൊരു കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ കളേർഡ് ഫണറൽ എന്ന് പറഞ്ഞാൽ ഫണർ ഓഫ് എ ബ്ലാക്ക് മാൻ ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ കോൺഫെഡറേറ്റ് ഡോക്ടേഴ്സ്? കോൺഫെഡറേറ്റ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ ഡോക്ടേഴ്സ് ഓഫ് കോൺഫെഡറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലോ, അതെന്താണ്? ഇറ്റ് ഈസ് അസോസിയേഷൻ ഓഫ് വിമൻ ഡിസെൻഡഡ് ഫ്രം ദ കോൺഫെഡറേറ്റ് വെറ്ററൻസ് ഓഫ് അമേരിക്കൻ സിവിൽ വാർ ഓഫ് സദേൺ വിമൻ. And the objectives of the federation are to manifold, to honor the memory of those who sacrificed in the service of the Confederate state, to protect and preserve the historic places of Confederate valor, and to record the role of Southern women during the struggle for independence. Here, Miss Cornelia Scott is an active member and office bearer of this association. അപ്പം കോൺഫെഡറേറ്റ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു അസോസിയേഷനാണ്. കോൺഫെഡറേറ്റ് വെറ്ററൻസ് ഓഫ് അമേരിക്കൻ സിവിൽ വാർ, സദേൺ വിമൻ അവരുടെ ഒരു അതിൽ നിന്ന് ഡിസെൻഡ് ചെയ്ത ഒരു
അസോസിയേഷൻ ഓഫ് വിമൻ ആണ് കോൺഫെഡറേറ്റ്സ് എന്ന് പറയുന്നത്. അമേരിക്കൻ സിവിൽ വാറിൻ്റെ കോൺഫെഡറേറ്റ് വെറ്ററൻസ് ഓഫ് ദ അമേരിക്കൻ സിവിൽ വാർ സദേൺ വിമൻ്റെ ആ ഒരു ഡിസെൻഡൻറ്റിൽ വരുന്ന ഒരു അസോസിയേഷനാണ് എന്ത് പറയുന്നത് കോൺഫെഡറേറ്റ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ honor the memory of those who sacrifice in the service of Confederate സ്റ്റേറ്റ്സിന് സർവീസ് ചെയ്ത അവരുടെ ആ ഒരു സാക്രിഫൈസ് ഒക്കെ എന്താണ് ഹോണർ ചെയ്യുക, അവരുടെ ആ ഒരു മെമ്മറി ഹോണർ ചെയ്യുക. അതുപോലെ തന്നെ കോൺഫെഡറേറ്റ് വാലറിൻ്റെ ഹിസ്റ്റോറിക് പ്ലേസസ് ഒക്കെ എന്താണ് പ്രൊട്ടക്റ്റ് ചെയ്യുക, പ്രിസേർവ് ചെയ്യുക. പിന്നെ ആൻഡ് ടു റെക്കോർഡ് ദ റോൾ ഓഫ് സൗത്തേൺ വിമൻ ഡ്യൂറിങ് ദ സ്ട്രഗിൾ ഓഫ് ഇൻഡിപെൻഡൻസ്. ഈ സ്ട്രഗിൾ ഓഫ് ഇൻഡിപെൻഡൻസിൽ സദേൺ വിമൻ്റെ അല്ലെങ്കിൽ സൗത്തേൺ വിമൻ്റെ റോൾ ഉണ്ടാവില്ലേ, ആ ഒരു റോളൊക്കെ റെക്കോർഡ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കോൺഫെഡറേറ്റ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു അസോസിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലുള്ള ഒരു ആക്റ്റീവ് മെമ്പർ അല്ലെങ്കിൽ ഓഫീസ് ബിയറർ തന്നെയായിരുന്നു ആരും മിസ് കോർണീലിയ സ്കോട്ട് എന്ന് പറയുന്ന നമ്മുടെ ക്യാരക്ടർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് അപ്പോസ്റ്റസി? വാട്ട് ഈസ് അപ്പോസ്റ്റസി എന്നാണ് ക്വസ്റ്റ്യൻ. The term means renunciation and criticism of or opposition to a person's former religion. It can also be defined within the broader context of embracing an opinion contrary to one's previous belief. അപ്പോൾ ഈ ഒരു ടേമിൻ്റെ മീനിങ് ആണ് നമ്മളിവിടെ എഴുതുന്നത്. ടേം മീൻസ് റിനൗൺസിയേഷൻ ആൻഡ് ക്രിറ്റിസിസം ഓഫ് ഓർ ഒപ്പോസിഷൻ ടു എ പേഴ്സൺസ് ഫോമർ റിലീജിയൻ. ഒരു പേഴ്സൻ്റെ ഫോമർ റിലീജിയനോടുള്ള ഒരു ഒപ്പോസിഷൻ അല്ലെങ്കിൽ ഒരു ക്രിറ്റിസിസം എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു ടേമിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ഓൾസോ ബി ഡിഫൈൻഡ് വിത്ത് ദ ബ്രോഡർ കോണ്ടെക്സ്റ്റ് ഓഫ് എംബ്രേസിങ് ആൻ ഒപ്പീനിയൻ കോൺട്രറി ടു വൺസ് പ്രീവിയസ് ബിലീഫ്. ഒരാളുടെ പ്രീവിയസ് ബിലീഫിൽ നിന്നും കോൺട്രറി ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ കോൺട്രറി ആയിട്ടുള്ള, അപ്പോൾ ഒരാൾക്കൊരു ബിലീഫ് ഉണ്ടായിരുന്നു, പ്രീവിയസ്ലി ബിലീഫ് ഉണ്ടായിരുന്നു, അതിന് കോൺട്രറി ആയിട്ടുള്ള ഒരു ഒപ്പീനിയനെ അല്ലെങ്കിൽ ഒരു ബിലീഫിനെ നമ്മൾ എംബ്രേസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, അപ്പോസ്റ്റസി എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് 4th of July referred to by Miss Cornelia? What is the significance of 4th of July referred to by Miss Cornelia? It is a federal holiday commemorating Independence Day of the USA. Oh, it's a declaration of independence in 1776 on July 4, right? അപ്പോൾ എന്താണ് ഈ ഒരു ദിവസം, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ USA എന്ന് വെച്ചാൽ USA ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അപ്പോൾ ഇതൊരു ഫെഡറൽ ഹോളിഡേ ആണ് കമ്മംബറേറ്റിംഗ് ദ ഇൻഡിപെൻഡൻസ് ഡേ ഓഫ് ദ USA. അത് തന്നെയാണ് 4th of July എന്ന് പറഞ്ഞ ഈ ഒരു ഡേറ്റിൻ്റെ പ്രത്യേകത. പിന്നെ വെച്ചാൽ അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് നടന്നിരുന്ന ഒരു സമയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് എ ഡാർക്ക് horse and who is the dark horse mentioned in the play? Who is a dark horse എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കാം. ആരാണ് ഡാർക്ക് ഹോഴ്സ് എന്ന് പറയാം? അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എ പേഴ്സൺ വിത്ത് ഗ്രേറ്റ് എബിലിറ്റീസ് unknown to others is known as dark horses. A person with great abilities which is unknown to others, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്ന് പറയുക ഡാർക്ക് ഹോഴ്സസ്. എന്നുവെച്ചാൽ വളരെ ഗ്രേറ്റ് എബിലിറ്റീസുള്ള ആളുകളാണ്, പക്ഷേ അത് മറ്റുള്ളവർക്ക് അറിയില്ല. ഒരു വ്യക്തി, ആ ആൾക്ക് ഒരുപാട് ഗ്രേറ്റ് ആയിട്ടുള്ള എബിലിറ്റീസ് ഉണ്ട്, വിച്ച് ഈസ് അൺനോൺ ടു അതേഴ്സ് എന്നുള്ളതിനെയാണ് അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ ഡാർക്ക് ഹോഴ്സസ് എന്ന് പറയുക. ഇവിടെ നമ്മുടെ പ്ലേയിൽ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഡാർക്ക് ഹോഴ്സ് കോർണീലിയ സ്കോട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why doesn't Miss Cornelia attend the annual election meeting of the Confederate Doctors? നമ്മൾ ഈ പ്ലേയിൽ ഡിസ്കസ് ചെയ്തിരുന്നു, കോർണീലിയ സ്കോട്ട് ആനുവൽ ഇലക്ഷൻ്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നില്ല അല്ലേ? എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ അറ്റൻഡ് ചെയ്യാതിരുന്നത്? എന്തുകൊണ്ടായിരിക്കും? യെസ്, അവർക്ക് എന്താണ് ആവശ്യം? അവർക്ക് റീജൻ്റ് ആവുക എന്നുള്ളതാണ് ആവശ്യം, അല്ലെങ്കിൽ ആ ഒരു ഹയസ്റ്റ് പൊസിഷനിൽ എത്തുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ആവശ്യം. അപ്പോൾ അവർ ആ ഒരു മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാതെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് അതിലും താഴെയുള്ളൊരു പൊസിഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഫേസ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അവരുടെ അഭാവത്തിൽ അവരുടെ ഇമ്പോർട്ടൻസ് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അനുഭവപ്പെടാൻ വേണ്ടിയിട്ടാണ് അവർ ആ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാതെ ഇരുന്നത്.
അവരുടെ ആ ഒരു പ്രസൻസ് അവിടെ മിസ്സിങ് ആക്കിയിട്ട് അവരുടെ ആ ഒരു ഇമ്പോർട്ടൻസ് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യാനുള്ള ഒരു ഉദ്ദേശമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. പിന്നെ മാത്രമല്ല അവർക്ക് ഏറ്റവും വലിയ പൊസിഷനായ റീജിയൻ എന്നുള്ള പൊസിഷനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ അതിലും താഴെയുള്ളൊരു പൊസിഷൻ കിട്ടാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. അത് അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഫേസ് ചെയ്യാനും അവർക്ക് കഴിയുമായിരുന്നില്ല. അതാണ് അവർ ആ ഒരു മീറ്റിങ്ങിൽ അല്ലെങ്കിൽ ആ ഒരു ആനുവൽ ഇലക്ഷനിൽ അറ്റൻഡ് ചെയ്യാതിരിക്കാൻ കാരണം അതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മ്യൂസിക് ഹാസ് ചാംസ് ടു soothe the savage race. Who says this and who is the English playwright who had made such a remark in his play? ഇവിടെ മ്യൂസിക് ഹാസ് ചാം ടു സൂത്ത് ദ സാവേജ് ബ്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ലൈൻ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ആരാണിത് പറയുന്നത്? ആരാണ് ഇങ്ങനെ ഒരു കമൻറ്റ് ഇതിൽ പറയുന്നത്? യെസ്, ഗ്രേസ് ആണ് പറയുന്നത് അല്ലേ. ഗ്രേസ് മേക്ക് ദിസ് കമൻറ്റ്. ഇവിടെ ആരെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഏത് ഇംഗ്ലീഷ് പ്ലേ റൈറ്റിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ഷീ ഈസ് ടോക്കിംഗ് അബൌട്ട് വില്യം കോൺഗ്രേവ് ഹു ഹാസ് മെയ്ഡ് ദ കമൻറ്റ് ഇൻ ദിസ് മോർണിംഗ് ബ്രൈഡ്. ദ മോർണിംഗ് ബ്രൈഡ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വർക്കിലാണ് വില്യം കോൺഗ്രേവ് ഇങ്ങനെ ഒരു കമൻറ്റ് നടത്തുന്നത്. അപ്പോൾ വില്യം കോൺഗ്രേവിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ വില്യം കോൺഗ്രേവ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് പ്ലേ റൈറ്റിൻ്റെ ആ ഒരു കമൻറ്റാണ്. മോർണിംഗ് ബ്രൈഡ് എന്ന് പറഞ്ഞ ഇതിൽ അദ്ദേഹം യൂസ് ചെയ്ത ഒരു കമൻറ്റാണ് ഇവിടെ ഗ്രേസ് യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യു ലുക്ക് ലൈക്ക് എംപറർ ടൈബീരിയസ് സേസ് ഗ്രേസ് ടു കോർണീലിയ. ഹൂ ഈസ് എംപറർ ടൈബീരിയസ്? ഇതിൽ ഗ്രേസ് കോർണീലിയ എടുത്ത് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ എംപറർ ടൈബീരിയസിനെ പോലെയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഹൂ ഈസ് എംപറർ ടൈബീരിയസ്? അപ്പോൾ ആരാണ് എംപറർ ടൈബീരിയസ് എന്ന് നമുക്കറിയണം അല്ലേ. യെസ്, second emperor of Rome who ruled from 42 BC to 37 AD. second emperor of Rome. അപ്പം അവരാണ് എംപീരിയർ. ഇവിടെ നമ്മൾ ഗ്രേസ് കോർണീലിയനെ ഇതാക്കി കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ആർ കൊളോണിയൽ ഡെയിംസ്? ഹൂ ആർ കൊളോണിയൽ ഡെയിംസ്? അപ്പോൾ ആരാണ് കൊളോണിയൽ ഡെയിംസ്? ദ കൊളോണിയൽ ഡെയിംസ് ഓഫ് അമേരിക്ക ഈസ് എൻ അമേരിക്കൻ ഓർഗനൈസേഷൻ കമ്പോസ്ഡ് ഓഫ് വിമൻ who are descended from an ancestor who lived in British America from 1607 to 1775 and was of service to the colonies by either holding public office, being in the military, or serving the colonies in some other way. അപ്പോൾ ഇതൊരു അമേരിക്കൻ ഓർഗനൈസേഷനാണ്. വിമൻ വരുന്ന അല്ലെങ്കിൽ കമ്പോസ്ഡ് ഓഫ് വിമൻ അമേരിക്കൻ ഓർഗനൈസേഷനാണ്. അവരെന്ന് പറഞ്ഞാൽ ഹു ആർ ഡിസെൻഡഡ് ഫ്രം ആൻ ആൻസിസ്റ്റർ. അവരുടെ ആൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് അമേരിക്കയിൽ 1607 മുതൽ 1775 വരെയാണ് ജീവിച്ചിരുന്ന ആളാണ് അവരുടെ ആൻസിസ്റ്റർ എന്ന് പറയുന്നത്. ആൻഡ് വാസ് ഓഫ് സർവീസ് ടു ദ കോളനീസ്. അവരെന്താണ് കോളനീസിന് വേണ്ടി സർവീസ് ചെയ്യുന്നവരാണ്. കോളനീസിന് വേണ്ടി സർവീസ് ചെയ്യുന്നവരാണ് ഇവർ. അപ്പോൾ ഇവരുടെ ഒരു ഓർഗനൈസേഷനാണ്, ഒരു അമേരിക്കൻ ഓർഗനൈസേഷനാണ് കൊളോണിയൽ ഡെയിംസ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞ അല്ലെങ്കിൽ CDA എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why does Miss Grace say that the wall of silence between her and Miss Cornelia is impenetrable? എന്തുകൊണ്ടാണ് മിസ് ഗ്രേസ് പറഞ്ഞത് വാൾ ഓഫ് സൈലൻസ് ബിറ്റ്വീൻ ഹെർ ആൻഡ് മിസ് കോർണീലിയ ഈസ് ഇംപെനട്രേറ്റബിൾ എന്ന്? എന്തുകൊണ്ടാണ് ഗ്രേസ് പറഞ്ഞത്? വൈ ഡസ് മിസ് ഗ്രേസ് സോ? അതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഗ്രേസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ രണ്ടുപേരും പല രീതിയിലും ഡിഫറെൻ്റ് ആണ്. ദർ ആർ ഡിഫറെൻ്റ് ഇൻ മെനി വേസ്. ഒരുപാട് തരത്തിലുള്ള ഡിഫറൻസ് ആണ് അല്ലേ. എന്നുവെച്ചാൽ കോർണീലിയ എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പീരിയലായിട്ടും റിച്ചായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടും ഒരുപാട് പേര് അവരുടെ അടുത്ത് ഒപ്പീനിയൻസും ഒക്കെ ചോദിച്ച് ഒരുപാട് കാര്യങ്ങളിൽ അവരുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഒപ്പീനിയൻസ് ചോദിച്ച് പല കാര്യങ്ങളിലും ഒപ്പീനിയൻസ് ചോദിച്ച് അതേപോലെ തന്നെ ഒരുപാട് പേര് അവരെ ഭയക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോൾഡായിട്ടുള്ള റിച്ചായിട്ടുള്ള ഇമ്പീരിയൽ വുമൺ ആയിട്ടാണ് കോർണീലിയയെ ഗ്രേസ് പറയുന്നത്. പക്ഷേ ഗ്രേസ് എന്ന് പറഞ്ഞാൽ വളരെ ഓർഡിനറിയാണ്. താനും ഗ്രേ ആയിക്കൊണ്ടിരിക്കുകയാണ്, കോർണീലിയയും ഗ്രേ ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും രണ്ടുപേരെയും ഡിഫറെൻറ്റ് ഗ്രേ ആണ് ബാധിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ രണ്ടുപേരും രണ്ട് തരത്തിലാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ
നമുക്കിടയിലുള്ള ആ ഒരു വാൾ ഓഫ് സൈലൻസ് എന്ന് പറഞ്ഞത് എനിക്ക് അങ്ങനെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല. അത് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ബോൾഡ്നെസ് അല്ലെങ്കിൽ ഒരു ബോൾഡായിട്ടുള്ള ഒരു ഇത് എനിക്കില്ല, അല്ലെങ്കിൽ അത്രത്തോളം സ്ട്രോങ് അല്ല ഞാൻ, എന്നെ കൊണ്ട് ഒരിക്കലും കഴിയില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അത്ര സ്ട്രോങ് അല്ലാത്തത് കൊണ്ട് തന്നെ, എനിക്കത്ര പവർ അല്ലാത്തത് കൊണ്ട് തന്നെ, നിങ്ങളെ പോലെയല്ല, നിങ്ങൾ വളരെ ഇമ്പീരിയൽ ആണ്, അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാള് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് കൂടി നടത്താൻ കഴിയില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കഴിയുമായിരിക്കും, കാരണം നിങ്ങളൊരു എംപറർ ടൈബീരിയസിനെ പോലെയാണ്, അത്രത്തോളം പവർഫുള്ളാണ്. നമ്മൾ രണ്ടുപേരും ഗ്രേ ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങളുടെ ഐസ് ആണെങ്കിലും ഹെയർ ആണെങ്കിലും ഒക്കെ ഒരു അയൺ ടച്ച് ഉണ്ട്, അല്ലെങ്കിൽ അത്രത്തോളം പവർഫുള്ളാണ് എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കതിന് കഴിയില്ല എന്നുള്ള രീതിയിലാണ് അവിടെ ഗ്രേസ് സംസാരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഡസ് മിസ് കോർണീലിയ റിയാക്ട് ടു ദ ന്യൂസ് ദാറ്റ് ഷീ ഈസ് നോട്ട് ഇലക്റ്റഡ് ആസ് എ റീജൻറ്റ് ഓഫ് ദ ക്ലബിൻ്റെ റീജൻ്റായിട്ട് ഇലക്ട് ചെയ്യില്ല എന്ന്, അല്ലെങ്കിൽ ഇലക്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് എസ്മെറാൾഡ ഹോക്കിൻസ് അറിയിച്ചപ്പോൾ എങ്ങനെയാണ് കോർണീലിയ റിയാക്ട് ചെയ്തത്? അപ്പം കോർണീലിയക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാർത്ത ഫസ്റ്റ് വിശ്വസിക്കാൻ തന്നെ കഴിഞ്ഞില്ല. ആദ്യം ഇത് പറഞ്ഞപ്പോൾ ഇത് വിശ്വസിക്കാൻ തന്നെ കഴിഞ്ഞില്ല. പിന്നെ ഹോൺസ്ബൈ ആണ് ഇലക്ട് ചെയ്യപ്പെട്ട് എന്ന് പറഞ്ഞപ്പോൾ അതൊരു പുച്ഛത്തോടു കൂടിയാണ് അവർ വീക്ഷിച്ചത്. അത് മാത്രമല്ല, ഇവരെ എസ്മെറാൾഡ ഹോക്കിൻസിൻ്റെ അടുത്ത് ദേഷ്യം പിടിക്കുന്ന കൂടിയുണ്ട് അല്ലേ. എന്തിനാണ് ആദ്യം പറഞ്ഞതായിരുന്നില്ല, അങ്ങനെയാണെങ്കിൽ എൻ്റെത് വിത്ഡ്രോ ചെയ്യണമെന്ന് പറഞ്ഞതായിരുന്നില്ലേ, എൻ്റെ നെയിം വിത്ഡ്രോ ചെയ്യണം, എനിക്കെതിരെ ആൾ നിന്നെങ്കിൽ അങ്ങനെ വിത്ഡ്രോ ചെയ്യണമെന്ന് നിന്നടുത്ത് ഞാൻ പറഞ്ഞതായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ പറയുന്നുണ്ട്, ഞാൻ എന്താണ്, ഐ ആം ഓൾസോ എലിജിബിൾ ഫോർ ദ കൊളോണിയൽ ഡെയിംസ് ആൻഡ് ഫോർ ദ ഹ്യൂജനൽ സൊസൈറ്റി, അതിലേക്കൊക്കെ പോകാനും ഞാൻ എലിജിബിൾ ആണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇവർ ശരിക്കും ഇവരുടെ മനസ്സ് ഭയങ്കര ഫ്രൈറ്റൻഡ് ആയിരിക്കുകയാണ്. ആ ഒരു ദേഷ്യമാണ് അവർ എസ്മെറാൾഡ ഹോക്കിൻസിൻ്റെ അടുത്ത് കാണിക്കുന്നത്. പക്ഷെ അവർ പറയുന്നുണ്ട്, ഞാൻ അത്ര മാഡായിട്ടും ഒന്നുമല്ല, ഞാൻ ഔട്ട്റാജ്ഡും ആയിട്ടും ഇല്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, nothing succeeds like mediocrity, does it? When does Miss Cornelia Scott make this remark? Nothing succeeds like mediocrity, does it? When does Miss Cornelia Scott make this remark എന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എപ്പോഴാണ് നമ്മുടെ ക്യാരക്ടർ അല്ലെങ്കിൽ കോർണേലിയ അങ്ങനെ ഒരു റിമാർക്ക് നടത്തുന്നത്, നത്തിങ് സക്സീസ് ലൈക്ക് മീഡിയോക്രിറ്റി എന്ന്? അതെ, വെൻ എസ്മെറാൾഡ ഇൻഫോംസ് ഹർ ദാറ്റ് മിസ്സിസ് ഹോൺസ്ബൈ ഈസ് ഇലക്റ്റഡ് എന്ന് പറഞ്ഞപ്പോൾ, മിസ്സിസ് ഹോൺസ്ബൈ ആണ് ഇലക്റ്റഡ് ആയിട്ടുള്ളത് റീജൻ്റായിട്ട് എന്ന് എസ്മെറാൾഡ കോർണീലിയയെ അറിയിച്ചപ്പോഴാണ് കോർണീലിയ ഇങ്ങനെ ഒരു റിമാർക്ക് നടത്തുന്നത് അല്ലേ. ദെൻ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്കാണ് പോകേണ്ടത്. നെക്സ്റ്റ് സെക്ഷനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Bring out the relevance of the title Something Unspoken. Something Unspoken എന്ന് പറഞ്ഞ ഈ ഒരു ടൈറ്റിലിൻ്റെ റെലവൻസ് ആണ് നമ്മളടുത്ത് ഡിസ്കസ് ചെയ്യാൻ പറയുന്നത്. അതെന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ആ ഒരു ഇതിനെക്കുറിച്ച് എഴുതുക, നമ്മുടെ മാർക്സിനനുസരിച്ച് വേണം നമ്മൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ ജസ്റ്റ് ദിസ് സ്റ്റോറി ഓഫ് എൻ എൽഡർലി വുമൻ കോർണീലിയ സ്കോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതുക. അവരുടെയും അതുപോലെ തന്നെ അവരുടെ സെക്രട്ടറി ആയ ഗ്രേസിൻ്റെയും ഒരു റിലേഷൻഷിപ്പാണ് ഈ ഒരു സ്റ്റോറിയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇൻക്രെഡിബിൾ റിലേഷൻഷിപ്പാണ് നമ്മുടെ പേരായിട്ട് പോർട്രേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്ലേ എന്താണ്, ഡിഡിൻറ്റ് റിവീൽ വാട്ട് ഈസ് ഗോയിങ് ബിറ്റ്വീൻ ദം. പ്ലേ റിവീൽ ചെയ്യുന്നില്ല, കറക്റ്റ്ലി ക്ലിയർ ആയിട്ട് റിവീൽ ചെയ്യുന്നില്ല എന്തൊരു തരം റിലേഷനാണ് നമ്മുടെ കോർണീലിയയും ഗ്രേസും തമ്മിൽ എന്ന പ്ലേയിൽ റിവീൽ ചെയ്യുന്നില്ല. പക്ഷെ ഒരു ഇൻക്രെഡിബിൾ റിലേഷൻഷിപ്പാണ് ഇതിൽ പോർട്രേ ചെയ്തിരിക്കുന്നത്. എന്തായാലും പ്ലേ ഇത് റിവീൽ ചെയ്യുന്നില്ലെങ്കിൽ പോലും നമുക്കറിയാം എന്തൊക്കെയോ, അല്ലെങ്കിൽ ബട്ട് വി നോ സംതിങ് ഈസ് ദ വിച്ച് ഈസ് അൺസ്പോക്കൺ ആയിട്ടുള്ള എന്തൊക്കെയോ അവിടെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു ടൈറ്റിൽ വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ടൈറ്റിലാണ്, ദ ടെൻഷൻസ് ബിറ്റ്വീൻ ക്യാരക്ടേഴ്സ് ഷോൺ ത്രൂ ഔട്ട് ദ പ്ലേ. കാരണം ഈ രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു ടെൻഷൻ ഈ ഒരു പ്ലേയിലൂടെ നീളം നമുക്ക് കാണാൻ കഴിയുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ എന്തൊക്കെയോ സംതിങ് അൺസ്പോക്കൺ ആയിട്ട് അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ടൈറ്റിൽ വളരെ ആപ്റ്റ് ആയിട്ടുള്ള ടൈറ്റിലാണെന്ന് പറയാം. ഈ ഒരു സൈലൻസ്, അവർക്കിടയിലുള്ള ആ ഒരു സൈലൻസ്, അവരവിടെ
ബ്രേക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവിടെ എൻഡ് ആവുന്നില്ല. ഈ ഒരു പ്ലേയിൽ നമുക്ക് എൻഡ് ആവുന്നതായി കാണുന്നില്ല. ആൻഡ് ടു അവർ അതുപോലെ തന്നെ ആ ഒരു സൈലൻസ് അവിടെ ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ എൻഡ് ചെയ്ത് അവിടെ എന്താണ് അവർ സ്പീക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർ സംസാരിക്കുന്നില്ല. ആൻഡ് ടു സ്പീക്ക് വിച്ച് ഹാസ് റിമെയിൻ അൺസ്പോക്കൺ വിച്ച് ഈസ് ആക്ച്വലി ലെസ്ബിയൻ ഡിസയർ. ശരിക്കും പറഞ്ഞാൽ ഒരു ലെസ്ബിയൻ ഡിസയർ ആണ് അവരുടെ ഉള്ളിൽ നിലനിൽക്കുന്നത്. പക്ഷെ അത് അവരെന്താണ് അൺസ്പോക്കൺ ആയിട്ട് തന്നെ വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് അവർ സ്പോക്കൺ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സംതിങ് അൺസ്പോക്കൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈറ്റിൽ വളരെ സ്യൂട്ടായിട്ട് നമുക്ക് പറയാൻ കഴിയും. ഈ ഒരു ലെസ്ബിയൻ ഡിസയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ തിങ് ദാറ്റ് കനോട്ട് ബി സ്പോക്കൺ ടു സൊസൈറ്റി, അല്ലേ? സൊസൈറ്റി എടുത്ത് സംസാരിക്കാൻ കഴിയാത്തൊരു തിങ്ങാണ് ഈ ഒരു ലെസ്ബിയൻ ഡിസയർ. അവർക്കിടയിൽ അൺസ്പോക്കണായി നിൽക്കുന്ന ഈ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ലെസ്ബിയൻ ഡിസയർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് പറയാം സംതിങ് അൺസ്പോക്കൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻക്രെഡിബിൾ റിലേഷൻഷിപ്പ് എന്തൊരു റിലേഷനാണ് എന്ന് കറക്റ്റ്ലി റിവീൽ ചെയ്യാതെ, ക്ലിയർലി റിവീൽ ചെയ്യാതെ പ്രേം മുന്നോട്ട് പോകുന്നു. എന്തൊക്കെയോ അൺസ്പോക്കണായിട്ട് അവർക്കിടയിൽ നിലനിൽക്കുന്നു. ഒരുപാട് ടെൻഷൻസ് അതിൻ്റെ പേരിൽ ഈ ഒരു പ്ലേയിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ടൈറ്റിൽ വളരെ ആപ്റ്റ് ടൈറ്റിലാണെന്ന് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ലിറിക്കൽ ക്വാളിറ്റി ഓഫ് ദ പ്ലേ. ഈ ഒരു പ്ലേൻ്റെ ലിറിക്കൽ ക്വാളിറ്റിയെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ടു ഷോ ഡീപ്പ് റിലേഷൻഷിപ്പ്, ഈ ഒരു ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ഗ്രേസും കോർണീലിയയും തമ്മിൽ ആ ഒരു ഡീപ്പ് റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ഡ്രാമാറ്റിസ്റ്റ് ഗേവ് മോർ ഇമ്പോർട്ടൻസ് ഫോർ ദ ലിറിക്കൽ ക്വാളിറ്റി. ലിറിക്കൽ ക്വാളിറ്റി ഓഫ് ദ അല്ലെങ്കിൽ ഒരു ലിറിക്കൽ ലാംഗ്വേജിന് വളരെ ഇമ്പോർട്ടൻസ് ക്ലിയറായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലാംഗ്വേജ് ലിറിക്കലാണ്, കാരണം അതിലൂടെ മാത്രമാണ് ഇവരുടെ ഈ ഒരു ലവ് അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു റിലേഷൻ, ക്യാരക്ടർ തമ്മിലുള്ള ഈ രണ്ട് ക്യാരക്ടറും തമ്മിലുള്ള ഈ ഒരു റിലേഷൻ എന്താണ് കറക്റ്റ്ലി എന്താണ് നമുക്ക് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നമ്മുടെ ഡ്രാമാറ്റിസ്റ്റ് ഒരു ലിറിക്കൽ ലാംഗ്വേജ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്വാളിറ്റിയാണ് നമ്മുടെ പ്ലേക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പം ക്യാരക്ടേഴ്സ് ഇവിടെ എന്താണ് മ്യൂസിക്കിനോടുള്ള ലവ് ഒക്കെ നമ്മളടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്, അല്ലേ? അവർക്ക് എത്രത്തോളം മ്യൂസിക് ഇഷ്ടമാണെന്ന് നമുക്ക് ഈ ഒരു പ്ലേയിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് സം ദാറ്റ് മ്യൂസിക് ഈസ് യൂസ്ഡ് ടു പ്രിവെൻറ്റ് ഫ്രം അഡ്രസ്സിങ് വാട്ട് ഹാസ് ബീൻ അൺസ്പോക്കൺ. അതുപോലെ തന്നെ ചില സമയത്ത് മ്യൂസിക്കിനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ട്? അവർ തമ്മിൽ അൺസ്പോക്കൺ ആയിട്ടുള്ള ആ ഒരു സമയം അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മ്യൂസിക് ഈസ് യൂസ്ഡ് ടു പ്രിവെൻറ്റ് ഫ്രം അഡ്രസ്സിങ് വാട്ട് ഹാസ് ബീൻ അൺസ്പോക്കൺ. എന്താണോ അൺസ്പോക്കൺ ആയിട്ട് അവിടെ നിലനിൽക്കുന്നത് അവിടെ ആ ഒരു സീന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഒരു ടെക്നിക്ക് തന്നെ മ്യൂസിക്കാണ്. പിന്നെ നമുക്ക് പറയാം lyrical quality is a technique used by dramatists to prevent the inner emotions of the character. അപ്പം ഈ ക്യാരക്ടേഴ്സിൻ്റെ ഇന്നർ ഇമോഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡ്രാമാറ്റിസ്റ്റ് യൂസ് ചെയ്ത ഒരു ടെക്നിക്കാണ് ഇവിടെ ലിറിക്കൽ ക്വാളിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ലിറിക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, comment on the intricacies of the relationship between Miss Cornelia and Miss Grace Lancaster. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റീസാണ് നമ്മളടുത്ത് ചോദിച്ചത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് കോർണീലിയ ആരാണെന്നും ഗ്രേസ് ആരാണെന്നുള്ളത് എഴുതാം. അപ്പോൾ അവരുടെ റിലേഷൻഷിപ്പ് എന്താണ്? ബേസിക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ കോർണീലിയയുടെ സെക്രട്ടറിയാണ് ഗ്രേസ് എന്നുള്ളത് എഴുതാം. 15 years ആയിട്ട് അവരുടെ സെക്രട്ടറി ആയിട്ട് ഗ്രേസ് ഉള്ളത് എഴുതാം. പിന്നെ നമുക്ക് എഴുതാം അവരുടേത് ഒരു കോംപ്ലക്സ് റിലേഷൻഷിപ്പാണ്. Even they don't share a fully realized lesbian love, their relationship creates a genuine bond of meaning between women that goes far beyond friendship, right? എന്നുവെച്ചാൽ അവരുടെ ആ ഒരു ലെസ്ബിയൻ ലവ് ആണ് ശരിക്കുള്ളത്. അത് അവർ ഷെയർ ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇവൻ ദേ ഡോണ്ട് ഷെയർ എ ഫുള്ളി റിയലൈസ്ഡ് ലെസ്ബിയൻ ലവ്, അത് ആ ഒരു ലെസ്ബിയൻ ലവ് അവരവിടെ ഷെയർ ചെയ്യുന്നില്ലെങ്കിലും അല്ലെങ്കിൽ നമുക്കത് ക്ലിയറായിട്ട് അത് നമുക്ക് കൺവേ ചെയ്യുന്നില്ലെങ്കിൽ പോലും അവിടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, വളരെ ഒരു ബോണ്ട് നമുക്കതിൽ കാണാൻ കഴിയും. ഫാർ ബിയോണ്ട് ഫ്രണ്ട്ഷിപ്പ് എന്നതിൽ നിന്ന് ഉപരിയായി ഫാർ ബിയോണ്ട് ആയിട്ടുള്ള ഒരു ഭയങ്കര ഒരു ബോണ്ട് ഓഫ് ലവ് അവർക്കിടയിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ദ ക്യാരക്ടർ ഓഫ് കോർണീലിയ സ്ട്രഗിൾസ് വിത്ത് ദ ട്രൂത്ത് അബൌട്ട് ഹെർ ഓൺ ഹോമോസെക്ഷൽ ഡിസയർ. നമ്മുടെ കോർണീലിയ എന്ന് പറഞ്ഞ ക്യാരക്ടർ ശരിക്കും വളരെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ആ ഒരു ട്രൂത്തുമായിട്ട്, വിത്ത് ട്രൂത്ത് അബൌട്ട് ഹെർ ഓൺ
ഹോമോസെക്ഷൽ ഡിസയർ. അവരുടെ ഹോമോസെക്ഷൽ ഡിസയർ എന്ന് പറഞ്ഞ ആ ഒരു ട്രൂത്തുമായിട്ട് വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് കോർണീലിയയെ നമ്മുടെ ഡ്രാമാറ്റിസ്റ്റ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യന് അറ്റൻഡ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ട്രോബെറി ആസ് എ മാസ്ക് കൺസീലിംഗ് ദ വൂണ്ടഡ് ഇന്നർ സെൽഫ് ഓഫ് മിസ് കോർണീലിയ, എക്സ്പ്ലെയിൻ. അപ്പോൾ സ്ട്രോബെറി ആസ് എ മാസ്ക് കൺസീലിംഗ് ദ വൂണ്ടഡ് ഇന്നർ സെൽഫ് ഓഫ് മിസ് കോർണീലിയ എന്ന് പറഞ്ഞത് ശരിയാണ് അല്ലേ. സ്ട്രോബെറി അല്ലെങ്കിൽ ഒരു പൊങ്ങച്ചം ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗർവ് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു കുലീനത കാണിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് നമുക്ക് മിസ് കോർണീലിയയെ ഈ ഒരു പ്ലേയിൽ കാണാൻ കഴിയുന്നത്. അങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് കോർണീലിയ സേസ് ഷീ ഈസ് ഡെമോക്രാറ്റിക്, സ്ട്രോബെറി ഈസ് ടു മച്ച് ഇൻ ഹർ ബ്ലഡ്, ഷീ ഡസ് നോട്ട് വാണ്ട് ടു ആക്സെപ്റ്റ് എനിത്തിങ് ബിലോ ദ പൊസിഷൻ ഓഫ് റിലിജിയൻ. കോർണീലിയ പറയുന്നത് എന്താണ്, അവർ ഡെമോക്രാറ്റിക് ആണ്, അവരുടെ ബ്ലഡിൽ സ്ട്രോബെറി വളരെയധികം ഉണ്ട്, അല്ലെങ്കിൽ വളരെ സ്ട്രോബെറി ആയിട്ടുള്ള ഒരു ഇതാണ് താനി എന്ന് ഒക്കെയാണ് കോർണീലിയ പറയുന്നത്. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ അവർക്ക് റീജൻ്റ് അല്ലാത്ത ഒരു പൊസിഷനും അവർ ആഗ്രഹിക്കുന്നില്ല. അത്രത്തോളം ഹയസ്റ്റ് പൊസിഷൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അതിനുള്ള ഏതെങ്കിലും താഴെയുള്ള ഒരു പൊസിഷൻ കിട്ടിയാൽ താൻ വെറും ഒരു ഓർഡിനറി വുമണായി മാറുമോ എന്നൊക്കെ അവർ ഭയക്കുന്നുണ്ട്. അപ്പം അവർക്ക് ഷി വാണ്ട്സ് ടു ഗെയിൻ ഇറ്റ് ത്രൂ നോമിനേഷൻ. ഷി വാണ്ട് നോട്ട് ഈവൻ റെഡി ടു അറ്റൻഡ് ദ മീറ്റിംഗ്. അവർ മീറ്റിങ്ങിൽ പോലും പങ്കെടുക്കുന്നില്ല. അപ്പം ഹർ സ്ട്രോബെറി ഈസ് ഹർ ഓൺ സെൽഫ് കൺസ്ട്രക്റ്റഡ് ആറ്റിറ്റ്യൂഡ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ട്രോബെറി എന്ന് പറഞ്ഞാൽ അവരുടെ വൂണ്ടഡ് ആയിട്ട്, അവരുടെ മനസ്സിൽ ഒരുപാട് വൂണ്ടഡ് ആയിട്ടുള്ള അവരുടെ മനസ്സ് ഒരുപാട് വൂണ്ടഡ് ആയിട്ട് ഇരിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ ഇന്നർ സെൽഫ് എന്ന് പറഞ്ഞാൽ വൂണ്ടഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പം അത് കൺസീൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് കാണിക്കാതിരിക്കാനുള്ള അല്ലെങ്കിൽ ആ ഒരു വൂണ്ടഡ് ഇന്നർ സെൽഫ് മറച്ചു വെക്കാനുള്ള ഒരു മാസ്ക് ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അവർ ആ ഒരു സ്ട്രോബെറി എന്ന് പറഞ്ഞ ഒരു ഇത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്ട്രോബെറിൻ്റെ ഒരു മാസ്ക് വെച്ചിരിക്കുകയാണ് അവരുടെ വൂണ്ടഡ് ഇന്നർ സെൽഫ് പബ്ലിക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൊസൈറ്റി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും വെച്ചൊരു മാസ്ക് ആയിട്ടാണ് ഈ ഒരു സ്ട്രോബെറി എന്ന് നമുക്ക് പറയാൻ കഴിയും. അത്രത്തോളം അവരുടെ മനസ്സ് അല്ലെങ്കിൽ അവരുടെ ഇന്നർ സെൽഫ് വൂണ്ടഡ് ആണ്. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പ്ലേയിൽ തന്നെ പറഞ്ഞു, സംതിങ് അൺസ്പോക്കൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഗേസുമായിട്ട് അവർക്ക് നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ അവർക്ക് അവരുടെ മനസ്സ് വൂണ്ടഡായി നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ മറയ്ക്കാനുള്ള ഒരു മാസ്ക് ആയിട്ടാണ് ഇവിടെ സ്ട്രോബെറി എന്ന് പറയാൻ കഴിയും. Next question, explain the use of the symbol of roses in the play. ഈ പ്ലേയിലുള്ള റോസസ് എന്നുള്ളത് എങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയാം, അല്ലെങ്കിൽ സിമ്പിളായിട്ടാണ് ഇതിൽ റോസസ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ദ ഗിഫ്റ്റ് ഓഫ് 15 roses ഈസ് എ കാറ്റലിസ്റ്റ് ഫോർ എൻ ഇമോഷണൽ ടോക്ക് ബിറ്റ്വീൻ കോർണീലിയ ആൻഡ് ഗ്രേസ് അല്ലേ. ഒരു കോർണീലിയയും ഗ്രേസും തമ്മിലുള്ള ഒരു ഇമോഷണൽ ടോക്കിൻ്റെ കാറ്റലിസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു 15 roses ഗിഫ്റ്റിനെ പറയാൻ കഴിയും. അപ്പം 15 വർഷമായിട്ട് സെക്രട്ടറി ആയി നിൽക്കുന്ന ഗ്രേസിന് അവരുടെ ആ ഒരു സ്നേഹത്തിൻ്റെ ഇതായിട്ട് കൊടുക്കുന്നതാണ് ഈ ഒരു റോസസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സിംബലൈസിങ് ഇയേഴ്സ് ഓഫ് ദെയർ ടുഗദർനെസ് ആണ് അല്ലേ. അവരുടെ ആ ഒരു ടുഗദർനെസ്സിൻ്റെ സിംബലൈസിങ് ആണ്, അല്ലെങ്കിൽ അത് കാണിക്കുന്നതാണ് ഈ ഒരു റോസസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് സിംബലൈസ് ആൻ അറ്റംപ്റ്റ് ടു ബ്രേക്ക് ദ വാൾ ഓഫ് ഹെവി സൈലൻസ്. ഒരു ഹെവി സൈലൻസ് അവർക്കിടയിൽ നിൽക്കുന്നുണ്ട്. ആ ഒരു ഹെവി സൈലൻസ് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് ആയിട്ട് ആണ് ഈ ഒരു റോസിനെ ഇവിടെ സിംബലൈസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ റോസസിനെ ഇവിടെ ഒരു സിമ്പിളായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ദ ഗിഫ്റ്റ് ഓഫ് 15 roses ഈസ് എ കാറ്റലിസ്റ്റ് ഫോർ എൻ ഇമോഷണൽ ടോക്ക് ബിറ്റ്വീൻ കോർണീലിയ ആൻഡ് ഗ്രേസ്, ആൻഡ് ഇറ്റ് ഓൾസോ സിംബലൈസ് ആൻ attempt to break the wall of heavy silence between Cornelia and Grace, and it is symbolizing years of their togetherness. ആ രീതിയിൽ നമുക്ക് ഈ ഒരു ആൻസറും അറ്റൻഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി നെക്സ്റ്റ് 4th term ലെറ്ററിൽ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ നോട്ട് മോർ ദാൻ 300 words each. In Something Unspoken, Tennessee Williams deftly depicts Miss Cornelia's pretension to self-importance and pomposity, and her inability to establish any spontaneous and expressive relationship with others. Elucidate. അപ്പോൾ ഇവിടെ പറയുന്നത്
ഡെന്നിസ് വില്യംസ് മിസ് കോർണീലിയൻ്റെ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ സെൽഫ് ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. സ്വയം ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു ക്യാരക്ടറായിട്ട്. അതുപോലെ തന്നെ അവർ വളരെ ഇന്നാബിളാണ്. അല്ലെങ്കിൽ അവരുടെ ഇന്നാബിലിറ്റി ഇതിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കാണിക്കുന്നുണ്ട്. മറ്റുള്ളവരുമായിട്ടൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നതിൽ ഒരു ഇന്നാബിലിറ്റി ഇതാക്കിയ ഒരു ക്യാരക്ടറായിട്ടാണ്, ഇനാബിളായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് കോർണേലിയെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് സെൽഫ് ഇമ്പോർട്ടൻസും പോംപോസിറ്റിയോ അതിനെക്കുറിച്ചൊക്കെ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് റീജൻ്റ് എന്ന് പറഞ്ഞ പൊസിഷനാണ് അവർ ആഗ്രഹിച്ചത്. അത്ര ഹയസ്റ്റ് പൊസിഷന് മാത്രമേ അവർ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിന് താഴെ ഒരു പൊസിഷനും തന്നെ അവർ ആഗ്രഹിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് അവർക്ക് സ്വീകരിക്കാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ സ്വീകരിച്ചാൽ അതൊരു ഓർഡിനറി വുമണായി മാറും എന്നുള്ളൊരിതുണ്ടായിരുന്നു. അതുപോലെ തന്നെ എപ്പോഴും അവർ സെൽഫ് ഇമ്പോർട്ടൻസിനാണ് പ്രാധാന്യം നൽകിയിരുന്നത്. പിന്നെ ആ ഒരു പിൽഗ്രിംസിനെ ഒന്നും അവരുടെ ഗാർഡനിലേക്ക് എൻ്റർ ചെയ്യാൻ സമ്മതിക്കാത്തൊരു ആറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ ചില സമയത്തൊരു ഓർഡറിങ് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അവർ പറയുന്നത് മറ്റുള്ളവർ കേൾക്കണമെന്നുള്ള ഒരു ഇത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ സെൽഫ് ഇമ്പോർട്ടൻസ് കൊടുത്തൊരു ക്യാരക്ടർ. പിന്നെ മറ്റുള്ളവരുമായിട്ടൊരു നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ അവർക്ക് പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഗ്രേസ് അത്രയും വർഷങ്ങൾ കൂടെ താമസിച്ച ഗ്രേസുമായിട്ട് പോലും അവിടെ എന്തൊക്കെയോ ഒരു സൈലൻസ് നിലനിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ലാസ്റ്റ് അവരൊരു അറ്റംപ്റ്റ് നടത്തുന്നുണ്ട്, ആ ഒരു സൈലൻസ് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തുന്നുണ്ട്. എങ്കിൽ പോലും ഒരുപാട് വർഷങ്ങൾ എന്താണ് അവിടെ ഒരു സൈലൻസ് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു എസ്സേ ക്വസ്റ്റ്യനും നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്ലേ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ വായിച്ച് നോക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. നമുക്ക് വീഡിയോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അതിൻ്റേതായ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ഈ ഒരു പ്ലേ എടുക്കുന്നത് ക്ലാസ്സിൽ എടുക്കുന്നത് പോലെ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കങ്ങോട്ടും ഒരു വെറും വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമാണല്ലോ നടക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ചാപ്റ്റേഴ്സും എല്ലാതും തന്നെ വായിച്ച് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.